You're listening to Star Jam on Club FM 94.3. PT മാഷ് എന്ന് കേട്ടാൽ പണ്ടൊക്കെ ചൂരൽ കൊണ്ട് അടിക്കുന്ന ഒരാളായിരുന്നു മിക്കവരുടെ ഓർമ്മയിൽ. പക്ഷെ ഇപ്പോൾ PT മാഷ് എന്ന് കേട്ടാൽ പ്രേമം സിനിമയ്ക്ക് ശേഷം ചിരിയാണ് പലർക്കും ഉണ്ടാവുന്നത്. അതിന് കാരണക്കാരനായ ആ PT മാഷാണ് ഒരു വലിയ ഗായകനാണ്. ക്ലബ് ഫെമിലെ സ്റ്റാർ ജാമിൽ ഇന്ന് രേണുവിന്റെ കൂടെ. ഞാൻ രേണു, എന്റെ കൂടെയുണ്ട് ക്ലബ് ഫെമിലെ സ്റ്റാർ ജാമിൽ ഞാൻ സൗബിനാണ്. താങ്കളെ കണ്ടിട്ടുണ്ടെങ്കിൽ പറയില്ലല്ലോ ആ PT മാഷിട്ട് ഇത്ര വിനയ് ഫോർട്ടിനെ കുഴി ചാടിച്ച ആളാന്ന്. അതെന്താ? കണ്ടുകഴിഞ്ഞൊരു പാവത്തിന്റെ ലുക്കൊക്കെയാണ്. പക്ഷെ അതിൽ ആ പാവം വിനയെ കൊണ്ട് എന്തൊക്കെ പറയിപ്പിച്ചു നിങ്ങള്? ഞാനതിൽ അഭിനയിച്ച ശരിക്കും ഭയങ്കര പാവമാണ്. കുറച്ച് അടുത്ത് കഴിയുമ്പോൾ മനസ്സിലാവും. പുറത്തൊക്കെ ഞാൻ കാണിക്കുന്ന ഷോ ആണത്. പ്രേമം കഴിഞ്ഞിട്ട് മഹേഷിന്റെ പ്രതികാരത്തിലേക്ക് വന്നപ്പോൾ ലോകത്തിൽ ആർക്കും പറയാൻ പറ്റാത്തൊരു പേരാണ് നിങ്ങൾ ഇട്ടിട്ട് വന്നത്. ക്രിപ്സിൻ. ക്രിസ്പി. ശരിക്കും ഈ പേരിന്റെ ഒറിജിൻ എവിടെ നിന്നായിരുന്നു? അത് ശ്യാം പുഷ്കരനും ദിലീഷ് പോത്തനും കൂടി തന്നെ സെറ്റ് ചെയ്ത ഒരു പേരാണ്. ഞാനായിട്ടൊന്നും അതിൽ പറഞ്ഞിട്ടില്ല. പക്ഷെ തെറ്റിച്ചതൊക്കെ അവര് പറഞ്ഞിട്ട് തന്നെയാണ്. പക്ഷെ കേരളം മറക്കില്ലാത്തൊരു പേരായി മാറി. അതെ, എനിക്കിപ്പോ എല്ലാ സ്ഥലത്തും ക്രിസ്പി എന്നാ വിളിക്കുന്നത്. ചിലർ ജിപ്സി എന്ന് വിളിക്കാറുണ്ട്. വീട്ടിൽ പോലും ഇപ്പൊ ഉമ്മ ചിലപ്പോൾ ചില സമയത്ത് സൗബി എന്നുള്ള മാതിരി ക്രിസ്പി അല്ല സൗബി എന്നായി പോകും. അതാണ് അടുത്ത ചോദ്യം. സൗബിനെ കുറിച്ച് അധികം ആർക്കൊന്നും അറിയില്ല. ഇന്റർവ്യൂസിൽ കാണാറില്ല, പൊതുപരിപാടികളിൽ കാണാറില്ല. താങ്കൾ ഒളിച്ചെടുക്കുകയാണോ? ഒളിച്ചെടുക്കുന്നതല്ല, ഞാൻ അങ്ങനെ പോവാറില്ല. പരിപാടി നാണോ പുറത്തു പോവാൻ. അത് ഉറക്കം നെറ്റിൽ എഴുതി വെച്ച് പറയണ നാണോന്നൊക്കെ. വീട്ടിലാരൊക്കെ ഉണ്ട് സൗബിന്റെ? വീട്ടില് ഉപ്പയുണ്ട്, ഉമ്മയുണ്ട്, പിന്നെ ചേട്ടനാണ് മൂത്താള്, പിന്നെ ചേച്ചിയുണ്ട്, പിന്നെ ഞാൻ. രണ്ടുപേരും കല്യാണം കഴിഞ്ഞ് ദുബായ് സെറ്റിൽഡാണ്. കുട്ടികളൊക്കെ ഉണ്ട്. നമ്മള് വീട്ടിൽ നിന്ന് ഒരുപാട് സന്തോഷമൊക്കെ കിട്ടി വളരുന്ന അവരുടെ പുന്നാര മോനാണോ? ഏറ്റവും ഇളയ അവരെ മാത്രം അവരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് ജീവിക്കുന്നത് ഏറ്റവും ഇളയ മകൻ. വീട് എവിടെയാ? വീട് ഇവിടെ കലൂര്. പറയാനായിട്ട് ഞാൻ 2 ദിവസം പഠിക്കേണ്ട വരും. ക്രിസ്പിനാണ്. നായകനും സംവിധായകനും ആയ ഫഹദ് ഫാസിലും ദിലീഷ് പോത്തനും നാടായ നാട് മുഴുവൻ നടന്ന് സിനിമ കാണുന്നുണ്ട്, പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഞാനും പോയി കൂടെ. എവിടെ പോയി? ഇവിടുന്ന് കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് വരെ എല്ലാ തിയേറ്ററിലും കയറി. അവിടെ ഡയറക്റ്റായിട്ട് അവരുടെ ഒരു ഹാപ്പിനെസ് നമുക്കും അറിയാൻ പറ്റി. കാരണം എറണാകുളം നമ്മളെ കാണുന്ന ഈ സ്ഥലത്ത് മാത്രമല്ലാണ്ട് കാസർഗോഡൊക്കെ നമ്മൾ വിചാരിക്കുന്ന പോലെ ഇവിടത്തെക്കാട്ടി ഭയങ്കര ക്രൗഡാണ്, ഭയങ്കര സ്നേഹമാണ് നമ്മളെ. ഇവിടെ കണ്ടു കഴിഞ്ഞാൽ സൗബിന്നല്ലേ കണ്ടുകൊണ്ട് മടുത്തട്ടെ ഒന്നും അങ്ങോട്ട് ശരിയാവില്ല. പോയില്ല എന്നുള്ളതിലാണ് മുമ്പിൽ. PT മാഷ് ആവുന്നതിന് മുന്നേ സൗബിൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ പ്രേമത്തിന് ശേഷം ഇപ്പൊ മഹേഷിന്റെ പ്രതികാരവും കൂടെ ആയതോടുകൂടി ആളുകൾ ഒരുപാട് തിരിച്ചറിഞ്ഞ് തുടങ്ങിയിട്ടുണ്ടായിരിക്കും. പ്രേമത്തിന് ശേഷം ശരിക്കും ചന്ദ്രേട്ടനെ എവിടെയും കുറച്ചും കൂടി ഇതായിരുന്നു. അത് കഴിഞ്ഞ് ചാർലിയിലെ കള്ളൻ മാർട്ടിൻ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മോഷ്ടിച്ചാൽ പോലും കുഴപ്പമില്ല, കൊണ്ടുപോയിക്കോട്ടെ എന്ന് തോന്നണം. അങ്ങനെ തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു കള്ളനായിരിക്കണം. കള്ളന്മാർക്കുള്ളൊരു ടിപ്പാണ് സൗബിൻ ഇപ്പൊ സ്റ്റാർ ജാമിൽ തന്നെ. ഇപ്പൊ നടനായതിനു ശേഷം അതിന് മുന്നേ ഉള്ള ജീവിതത്തിന് ഭയങ്കര വ്യത്യാസം ഉണ്ടായിട്ടുണ്ടായിരിക്കും. ഇപ്പൊ ഭയങ്കര സ്നേഹമാതാനാ പറയും. എനിക്ക് മനസ്സിലാവുന്നില്ല നമുക്ക് എന്താണ് കഴിച്ചു എന്നൊക്കെ ചോദിക്കുന്നത്. ഞാനപ്പോൾ നന്നായിട്ടുണ്ട്, വളരെ ഇനിയും നല്ല ഇതുവരെ. അപ്പം നമുക്ക് തന്നെ ഭയങ്കരമായിട്ടൊരു സന്തോഷം തോന്നുന്നു. കാരണം എല്ലാവരും ഒരാളല്ല, എല്ലാവരും ഇത് തന്നെ പറയുമ്പോൾ അല്ലേ സന്തോഷം വരും. നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ തന്നെ ഒരു ഡീസൻ്റ് ആയി പോയോ, ഡീസൻ്റ് ആയാക്കല്ലേ ഇതിൽ നമ്മൾ തന്നെ നമ്മളൊരു ശൈലി മാറ്റി തുടങ്ങും. ഈ പുറത്തുനിന്നുള്ളവരുടെ അപ്രീസിയേഷൻ കിട്ടാൻ എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടെ എളുപ്പമാണ്. വീടിനുള്ളിൽ നിന്നത് കിട്ടി തുടങ്ങിയിട്ടുണ്ടോ? വീടിനുള്ളിൽ ഭയങ്കര വ്യത്യാസമാണ്, ഭയങ്കര ബഹുമാനമൊക്കെ ഉണ്ട് ഇപ്പൊ. എന്താണെന്നറിയില്ല, ഭയങ്കര ഉമ്മക്കൊക്കെ ഭയങ്കര സ്നേഹമാണ് ഇപ്പൊ. നേരത്തെ അത് തന്നെ ഉണ്ട്, പക്ഷെ ആദ്യമൊക്കെ നമ്മളത് ശ്രദ്ധിക്കാറുണ്ടായില്ല. ഇപ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. ഇത്ര കെയർ ചെയ്യുന്നുണ്ട് നമ്മളെ. അപ്പൊ സിനിമകൾ വല്ലാത്ത മാറ്റമാണ് ജീവിതത്തിലേക്ക് കൊണ്ടുവന്നത്. ക്ലബ് ഫെമിൽ ഇത് AK-47. ഞാൻ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കും, ടപ്പ് ചെയ്യുന്ന ഉത്തരങ്ങൾ തരണം. ആലോചിക്കാൻ പാടില്ല, വെടികൊള്ളും. ഓക്കെ, ഞാൻ പ്രേമത്തിലേക്ക് തിരികെ കൊണ്ടുപോവാണ്. PT മാഷായിട്ട് വിളിച്ചോണ്ട് പോവാണ്. നമ്മൾ ഉദ്ദേശിച്ചിട്ടേ ഇല്ല. ഇവിടെ നമ്മളൊരു സ്പോർട്സ് ടീം സെലക്ട് ചെയ്യാൻ പോകണം. അമ്മയുടെ സ്പോർട്സ് ടീമാണ് കേട്ടോ. ഞാൻ ഐറ്റം പറയും, താരങ്ങളെ സൗബിൻ പറയണം. ഏത് താരമാവാം? 100 മീറ്റർ റേസ്. നന്നായിട്ട് കുതിച്ചോടാൻ പറ്റിയതായിരിക്കും വിനായകൻ. ഷോർട്ട് പുട്ട് ചെമ്പൻ വില്ലേജസ്. ജാവലിൻ ത്രോ പൃഥ്വിരാജ്. ഓ, അടിപൊളിയായിരിക്കും. പഞ്ചഗുസ്തി ഞാൻ തന്നെ ചെയ്താലോ? ആഗ്രഹങ്ങളല്ലേ? അപ്പൊ കുറച്ച് കോമഡി ഉണ്ടാവും. വലിയൊരു മനുഷ്യന് ചെറിയ മനുഷ്യടെ കൂടി ഇങ്ങനെ ഓടി ഇങ്ങനെ കളിച്ച്. നമ്മുടെ പഞ്ചാബി ഹൗസിലെ അവസ്ഥ. പോൾ വോൾട്ട്. വിനയ് ഫോർട്ട്. നല്ല രസമായിരിക്കും കണ്ണടിച്ച് ആലോചിച്ച്. വിനയ് ഫോർട്ട് മറ്റേ വടി ഒടിഞ്ഞു പോകുന്നുണ്ട്. ചിലപ്പോ മുകളിലോട്ടും പറന്നു പോയി. നടത്ത മത്സരം അതിപ്പോ പറഞ്ഞ ചിലപ്പോ തല്ലുള്ളൂ. പേര് പറയാ. ശേഖർ.
സ്വിമ്മിങ്. സ്വിമ്മിങ്ങിൽ കുറച്ച് നടിമാർ വന്ന് കാണാൻ രസമുണ്ടാവുമല്ലോ. സുന്ദരിമാര് തന്നെ പറട്ടെ. നയൻതാര. അടിപൊളിയായിരിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നയൻതാര. ട്രിപ്പിൾ ജമ്പ്. അത് കുറച്ച് കടന്നു ചെയ്യാൻ കേട്ടോ. അത് ജയസൂര്യ കൊടുക്കാം. ട്രിപ്പിൾ ജമ്പ്. ചെസ്. ദിലീപേട്ടൻ. ഇനി അവസാനത്തെ ഐറ്റം ബാഡ്മിന്റൺ. നിത്തിരിക്കട്ടെ, രസമല്ലേ, കാണാനും രസമായിരിക്കും. അതെ, എതിരാളിക്ക് പോലും ഒരു രസമായിരിക്കും. ഒരുപാട് സിനിമയ്ക്ക് അസിസ്റ്റ് ചെയ്തിട്ടുള്ള ആളാണ്, സിനിമയ്ക്ക് പിറകിൽ നിന്ന് സിനിമ കാണുന്ന ഒരാളാണ്. സോ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയും, അത് സ്ക്രീനിൽ ഏറ്റവും നന്നായിട്ട് ഹാൻഡിൽ ചെയ്യുന്നത് ആരായിരിക്കും എന്ന് പറയണം. തോക്ക്. ഇന്ദ്രീത് ഷൂട്ട് ചെയ്യാൻ നേരത്ത് കണ്ണെടുക്കൂല, ബാക്കി കുറച്ച് പേരൊക്കെ ടക് ടക് കണ്ണിങ്ങനെ എന്തിനു പറ്റും. ഇന്ദ്രേട്ടൻ നടക്കൂല. അടിപൊളിയാണ്. ഭയങ്കര രസം. വാള്. വിനായകൻ തന്നെ ആയിരിക്കുള്ളൂ, നല്ല ഭംഗിയാ വാളായിട്ട് ഇങ്ങനെ നിൽക്കണ. മീൻ പിടിക്കുന്ന വല. അതിപ്പോ ലാലേട്ടൻ നമുക്ക് എല്ലാവരും നന്നായിട്ട് ചെയ്യും. ഗിറ്റാർ. ശ്രീനാഥ് ബാസി. മൊബൈൽ ഫോൺ. ദുൽഖർ സൽമാൻ. ക്ലബ് എഫ്എമ്മിലെ സ്റ്റാർ ജാമിൽ AK-47 ഒരു ബുള്ളറ്റ് ഏതാണ്ട് അടുത്ത് ഒരഞ്ഞൊക്കെ പോയിട്ടുണ്ട്. പെട്ടെന്ന് ഉത്തരം പറഞ്ഞില്ല, ബാക്കിയൊക്കെ ഉത്തരം പറഞ്ഞുകൊണ്ട് എന്റെ കൂടെയുള്ളത് സൗബിൻ, ഞാൻ രേണു, ഇവിടെ മാത്രം. ടൺ കണക്കിന് ഫൺ കണക്കിന് 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 ടൺ കണക്കിന് ഫൺ കണക്കിന്